എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ നമ്മൾ ഗുരുദ്വാരയിൽ വന്നിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നമുക്ക് വാൻ ലൈഫ് ഇതാണെന്ന് ചേട്ടൻ വന്നിട്ട് ഇൻസ്റ്റൻറ്റ് ഉപ്മാവ് വന്നിട്ട് നടന്നു. അതങ്ങോട്ട് ഉണ്ടാക്കി, ഒന്നും നോക്കിയില്ല, ആദ്യമായി പണി പഠിച്ചല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വെറുതെ അവിടെ തൊട്ടടുത്തൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ വെറുതെ ഒന്ന് നടന്നിട്ട് ആ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് രാത്രി നേരെ വന്നിട്ട് നമ്മുടെ ചോറും താൽക്കറി ഉണ്ടാക്കിയിട്ട് അവിടെ കിടന്നുറങ്ങി. അങ്ങനെ ഒന്നും നോക്കിയില്ല. പിന്നെ പിറ്റേ ദിവസം കാലത്ത് നേരത്തെ ഇട്ടിട്ട് നേരത്തെ ഇറങ്ങാൻ നോക്കുമ്പോൾ ഗംഭീര മഴക്കാർ, ഒരു രക്ഷയില്ല, എന്ത് മഴക്കാരെന്ന് പറയുക. അങ്ങനെ നോക്കുമ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ. ഒരാളോട് വെറുതെ ചോദിച്ചപ്പോൾ അയാളൊരു മാങ്ങ എടുത്ത് തന്നു. ഇത് ഇടയ്ക്ക് സ്ഥിരം പരിപാടി ആയിട്ട് അങ്ങനെ പൂവ് കഴിക്കാൻ വെച്ചാൽ ഈ മ്ലാവ് പോലത്തെ പരിപാടിയുണ്ട്. മ്ലാവെന്ന് എന്താ പറയാന്നറിയില്ല, അങ്ങനത്തെ സാധനം ഫുള്ള് സൈഡിലൊക്കെ കാട് ഏരിയ ആയിട്ട്. പിന്നെ അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാം. അങ്ങനെ അതിൽ കൂടെ ഒക്കെ വെച്ച് പിടിച്ചൊരു ചായ ഒരു ബണ്ണും കഴിച്ചിട്ട് പൂവ് കഴിക്കാൻ വെച്ചാൽ നമ്മുടെ ടിക്ക കണ്ടു. കുറേ കാലം ഇത് കഴിച്ചിട്ട്. അങ്ങനെ ഇവിടെ വെച്ചാൽ 2 15 രൂപയുള്ളൂ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഉച്ചത്തെ ഭക്ഷണം ആവുകയും ചെയ്യുമല്ലോ. അങ്ങനെ പൂവ് കഴിക്കാൻ വെച്ചാൽ ഒരാൾ വിഷമിച്ചിട്ടിരിക്കുക, എന്തോ കാര്യമായിട്ട് വിഷമമുണ്ട്. അങ്ങനെ പൂവും വഴിക്കുള്ള കാഴ്ചകളെന്ന് വെച്ചാൽ പറയും വേണ്ട മക്കളെ, ഒരു രക്ഷയില്ല, എന്ത് രസമാണ്. ചില നേരത്ത് നമ്മുടെ നാടാന്ന് തോന്നി പോകും. അതേപോലെയാണ്. അങ്ങനെ ഗ്രാമങ്ങളിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെയാണ്. പിള്ളേരുടെയൊക്കെ ഹാപ്പിനെസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊതിയാവും. എന്ത് രസത്തിലവർ എൻജോയ് ചെയ്യണേ. എന്താ ചെയ്യാല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാമങ്ങളിൽ എല്ലാ വീട്ടിലും പശുവും തൊഴുത്ത് എല്ലാ കാര്യങ്ങളും ഫുള്ള് ചാണകത്തിന് 5 കളിയാവും എല്ലായിടത്തും, ഒരു രക്ഷയില്ല. അങ്ങനെ നോക്കുമ്പോൾ കുറേ നാളായി കടലൊക്കെ കിട്ടിയിട്ട് അങ്ങനെ കടലയും കഴിച്ചിട്ട് നേരെ ഒരു പാടത്തിൻ്റെ സൈഡിൽ പോയിരുന്നു. എല്ലാവരും പണിത്തിരക്കലാണ്, ഫുള്ള് തിരക്കണം എല്ലാവരും. കൃഷി കൃഷി കൃഷി. അങ്ങനെ ഉച്ചയ്ക്ക് കിടക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു തൊഴുത്ത് പോലത്തെ ഒരു സ്ഥലത്ത് വേറെ പാകില്ല, ഒരു സ്ഥലമില്ല കിടക്കാൻ. അപ്പോൾ അവിടെ ഉണ്ട് കിടന്നു, ഒന്നും നോക്കിയില്ല. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക. അങ്ങനെ കിടന്നോടത്ത് 5 തൊട്ടപ്പുറത്തിട്ട് ആൾ ആടിനൊക്കെ മുറിക്കണു. ആടിൻ്റെ കൈ തറുത്തിട്ട് അവിടെ ഇട്ട് പോയ ആള്. പിന്നെ മനസ്സിലായത് ഞാൻ കിടന്നിടത്തൊരു മാർക്കറ്റ് സൈഡാന്ന്. ഞാനൊന്ന് ഉറങ്ങിയപ്പോഴേക്കും നിറച്ച ആൾക്കാരായി, ഫുൾ കച്ചവടക്കാർ, ഫുൾ 5 കളിയായി. എന്താ ചെയ്യാല്ലേ. എന്നാലും ആടിനെ അറുത്തിട്ട് കണ്ടപ്പോൾ എനിക്ക് ആകെ എന്താ പോയി. അങ്ങനെ പിന്നെ പൂവ് കഴിക്കാൻ ഒരു മന്ദിരം കണ്ടപ്പോൾ അവിടെ കയറിയതാണ്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു കോളേജ് നടന്നു. അങ്ങനെ കോളേജിൻ്റെ ഉള്ളിലാണ് നിന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല സുഖസുന്ദരമായിട്ട് കോളേജിലായിട്ട് കിടന്നുറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫുഡൊക്കെ ഉണ്ടാക്കണം വെച്ചാൽ ഇവിടെ ഉണ്ടായിക്കോന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കണ്ട, ഇവർ ഇത്ര നല്ല സൗകര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. അപ്പോൾ സുഖസുന്ദരമായിട്ട് കോളേജിലൊരു ഉറക്കം. അങ്ങനെയാണ് പരിപാടികൾ. നാളെ നേരത്തെ എനിക്ക് നല്ല പണിയാണ്. കാലത്ത് പിള്ളേർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരുടെ മുന്നിൽ ഞാൻ ഇതും കൈ പിടിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ വേഗം കിടന്നുറങ്ങാം കേട്ടോ.